വെളിച്ചമായി വന്ന വചനം ഇടുങ്ങിയ വഴിയിൽ തുണയാകും വചനം മനസ്സിനെ മാറ്റി പുതുതാക്കിടും മഹത്വമേറും വചനസ്പർശം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ ഔദ്യോഗിക ചാനലായിരിക്കുന്ന സയോൺ മീഡിയയുടെ വചനസ്പർശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും വ്യത്യസ്തരായ ദൈവദാസന്മാരിൽ കൂടെ നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകിയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങൾ ഈ സയോൺ മീഡിയ കാണുകയും മറ്റുള്ളവർക്കത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടംപോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. വളരെ പരിചിതമായ ഒരു പഴയ നിയമ കഥാപാത്രമാണ് ഹാഗാർ. വേദപുസ്തകത്തിൽ ആകെ 4 മാത്രമേ ഹാഗാർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, 25-ാം അധ്യായം. പഴയ നിയമത്തിൽ 3 പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ 1 4 മാത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാഗാർ. ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ ആണ് പലരും ദൈവത്താൽ തഴയ്ക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഹാഗാർ എന്ന ഈ സഹോദരി. നമ്മുടെ കഷ്ടത നമുക്ക് മുകളിലേക്കൊന്ന് നോക്കാനും ദൈവത്തെ ഒന്നുകൂടെ കാണാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയുന്നത്. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. ഹാഗാർ എന്ന് പറയുന്ന ഈ സഹോദരി ഒരു മിസ്രൈം മിസ്രിയാണ്, ഒരടിമ പെൺകുട്ടിയാണ്. നമ്മൾ ഭവനമില്ലാത്തവരൊക്കെ ഹോംലെസ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളെ പോലെ ഒരു ഹോംലെസ്സായ സഹോദരിയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കഥാപാത്രമാണ് ഹാഗാർ. നമ്മുടെ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പകർത്തിരുന്ന പുസ്തകം ഉണ്ടാകുന്ന 2 ലൈൻ 4 ലൈൻ, അത് ഓർമ്മയുള്ള സഹോദരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിനൊരു മാർജിനുണ്ട്. മാർജിനകത്താകെ ആ ഡേറ്റും ഡേയും പിന്നെ റിമാർക്ക് ഇടാനും ഒപ്പിടാനും ഉള്ളൊരു സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വേദപുസ്തകത്തിലെ ശ്രേഷ്ഠരായ നിരവധി കഥാപാത്രങ്ങളുടെ നടുവിൽ മാർജിന് പുറത്തുള്ള ഒരു കഥാപാത്രമാണ് ഹാഗാർ. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, യജമാനത്തിയുടെ ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം ഗർഭപാത്രം മറ്റൊരാൾക്ക് കൊടുത്തയാളാണ് ഹാഗാർ. ഒരു താല്പര്യമില്ലാഞ്ഞിട്ടും മറ്റൊരുത്തൻ്റെ മകനെ പ്രസവിക്കാനും ആ കൊച്ചിനെ വളർത്താനും ഭാഗ്യം ലഭിച്ച ഒരു അസാധാരണ വ്യക്തിത്വമാണവൻ. ഈ സാറ അവളെ എപ്പോഴും ദാസി എന്നല്ലാതെ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും സാറ ഹാഗാറെ എന്ന് വിളിച്ചിട്ടില്ല. പേര് വിളിക്കാൻ അവൾ മടിച്ചിരുന്നു. അവൾ ദാസി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ അവൾ ദാസി എന്ന് വിളിച്ചെങ്കിലും ദൈവം തമ്പുരാൻ 2 പ്രാവശ്യം ഇറങ്ങി വന്ന് ഹാഗാറേ എന്ന് വിളിച്ചു കേട്ടോ. ദൈവം വിളിച്ചെങ്ങനെയാണ്?
സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ പോകുന്നു? എൻ്റെ പ്രിയമുള്ളവരെ, ഉലകത്തിൽ ആരും നമ്മുടെ പേര് മെൻഷൻ ചെയ്തില്ലെങ്കിലും, നമ്മുടെ പേരെല്ലാവരും വിളിക്കാൻ മടിച്ചാലും നീ വിഷമിക്കണ്ട. ചില സ്റ്റേജിലൊക്കെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ചിലർ നമ്മുടെ പേര് പോലും ഒന്ന് പറയാൻ നമ്മളിൽ കൂടെ കയറി വന്ന ആളുകളായിരിക്കും, നമ്മുടെ ഹെൽപ്പ് കൊണ്ട് വളർന്നു വന്ന ആളുകളായിരിക്കും. പക്ഷേ അവർക്കൊരു പക്ഷെങ്കിൽ ഇന്നത്തെ പദവിയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ തന്നെ മടി വന്നേക്കാം. വിഷമിക്കണ്ട. ഹാഗാറിൻ്റെ പേര് സാറ വിളിച്ചില്ല കേട്ടോ. നിങ്ങൾ വാസ്തവം വായിച്ചു നോക്കിക്കോ. പക്ഷേ സ്വർഗത്തിലെ ദൈവം 2 പ്രാവശ്യം ഹാഗാറെ എന്ന് വിളിച്ചു. ഉലകത്തിൽ ആരും നിൻ്റെ പേര് വിളിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ നിൻ്റെ പേരുണ്ടെങ്കിൽ നീ ഏറ്റവും ശ്രേഷ്ഠയാണ് കേട്ടോ. എനിക്ക് ഹാഗാറിനോടൊരു ബഹുമാനം 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിൽ നിന്ന് സ്ത്രീകൾക്കൊന്നും അങ്ങനെ വലിയ വാഗ്ദത്തം കിട്ടിയിട്ടില്ല. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞെങ്കിലും ഹാഗാർ എന്ന സ്ത്രീയോട് നേരിട്ട് ദൈവം വാഗ്ദത്തം പറഞ്ഞു കേട്ടോ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം പോലെ തന്നെയുള്ളൊരു വാഗ്ദത്തം ഹാഗാറിനെ വിളിച്ച് ദൈവം പറഞ്ഞു, ഹാഗാറേ, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു ആൺപൈതലാണ്. നീ അവന് ഇസ്മായേൽ എന്ന് പേരിടണം. അവൻ വലിയൊരു ജാതിയാവും. അവന് നീ നിന്ന് കരയുന്ന ഈ ദേശം ഞാൻ അവനും അവൻ്റെ സന്തതിക്കും കൊടുക്കും. അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാർ എഴുന്നേൽക്കും. അവർ ശക്തരായ കാട്ടുകരുതിയെപ്പോലെ ബലമുള്ളവരായി മാറും എന്നൊക്കെയുള്ള നീണ്ട ഒരു പ്രവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ കലവറ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, ദൈവം ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ, ദൈവം യാക്കോബിനോട് പറഞ്ഞതുപോലെ ഈ സാറയോട് പറഞ്ഞു. ഹാഗാറിനോട് പറഞ്ഞു. ഹാഗാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ റാന്നിക്കാരൻ്റെയൊക്കെ ഭാഷയിലെ ഈ വറചട്ടിയിൽ നിന്ന് എരിചട്ടിയിലോട്ട് വീണെന്നൊക്കെ ഒരു പഴഞ്ചൊല്ലി ഞങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. വറചട്ടിയിൽ നിന്ന് എരിചട്ടിയിലോട്ട് വീണെന്ന് പറയുന്നത് പോലെ വീണ ഒരു സഹോദരിയാണ്. ഉപയോഗം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച ആൾ ചവറ്റുകൊട്ടയിൽ വെളിച്ചെറിയുന്നത് പോലെ, കാർബേജ് തള്ളുന്നത് പോലെ എഴുതി തള്ളിയ ഒരു സഹോദരിയാണ് ഈ ഹാഗാർ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്യൻ്റെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. മറ്റൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ അബ്രഹാം ഉൾപ്പെടെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തിന് പേരിട്ട് കേട്ടോ. യഹോവ ഇരേ, യഹോവ നിസി, യഹോവ ഷമ്മ എന്നൊക്കെ പറഞ്ഞ് നല്ല പേരുകളിട്ടു. സഹോദരിമാരാരും ദൈവത്തിന് അങ്ങനെ വലിയ പേരിട്ടില്ല. പക്ഷേ ദൈവത്തിന് പേരിട്ടൊരു സഹോദരിയുണ്ട്. അത് ഈ അടിമയായ മിസ്രൈമിദാസിയായ പേര് വിളിക്കാൻ യജമാനത്തിൽ മടിച്ച ഈ ഹാഗാർ ദൈവത്തിന് പേരിട്ടു. കേൾക്കണ്ടേ? ദൈവത്തെ അവൾ വിളിച്ചത്, എന്നെ കാണുന്നവനെ, നീ ഇവിടെയും എന്നെ കണ്ടോ? എൽറോയ്. ദൈവത്തിന് എൽറോയ് എന്ന പേരിട്ട. ഞാൻ ഈ ദൂത് പറയുമ്പോൾ സ്നേഹിത, സഹോദരി, മാതാവേ, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നീ ഇന്ന് ചോദിച്ചില്ലേ, എന്നെ ആരും കാണുന്നില്ലേ? എൻ്റെ വിഷയം ആരും കാണുന്നില്ലേ? നീ വിഷമിക്കണ്ട. ഹാഗാറിനെ കണ്ട ദൈവം. അവൾ 2 പ്രാവശ്യം വിളിച്ച പേര്, എന്നെ കാണുന്നവനെ, നീ പിന്നെയും ഇവിടെ എന്നെ കണ്ടുവോ? ആർക്കും വേണ്ടാത്ത നിന്നെ കാണുന്നൊരു ദൈവം ഇന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൂർ മരുഭൂമിയിൽ ഒരു അനാഥയെപ്പോലെ ഉദരത്തിൽ പേറിയ പൈതലുമായി പോകുന്ന ഹാഗാറിനെ ദൈവം കണ്ടിട്ട് പറഞ്ഞു, ഹാഗാറേ, നീ മടങ്ങിപ്പോ. അവൾ പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കല്ലേ. എൻ്റെ യജമാനത്തിൽ കഠിനമായി എന്നോട് പ്രവർത്തിക്കുക. 1 മിനിറ്റ് പോലും അവരോട് നിൽക്കാൻ കഴിയത്തില്ല. അവരത്ര ഭയങ്കരമായിട്ട് എന്നോട് ഇടപെടുന്നത്. അബ്രഹാം അത് സമ്മതിച്ചു കൊടുത്തേക്കുക. ഞാനങ്ങോട്ട് പോകുന്നില്ല. ദൈവം പറഞ്ഞല്ല, നീ മടങ്ങിപ്പോണം. നീ മടങ്ങിപ്പോയി സാറയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഒരു കാര്യം കേൾക്കണം കേട്ടോ. ദൈവവചനം പറയുന്നു, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന്. നിങ്ങൾ ആ വാക്യം മറന്നുപോകല്ലേ. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴേ നീ താണിരിക്കണം. ദൈവം പറഞ്ഞത് കേട്ട് ഈ അടിമയായ ഹാഗാർ തിരിച്ചുപോയി കാഠിന്യമേറിയ സാറയുടെ കൂടെ ദീർഘമായ 13 വർഷങ്ങൾ താമസിച്ചു കേട്ടോ. ഇസ്മായേൽ ജനിച്ചു. ഇസ്മായേലിന് വളർന്നു. അവന് 13 വയസ്സ് പ്രായമായപ്പോൾ അബ്രഹാമിന് 99 വയസ്സ് പ്രായമായി.
99 വയസ്സ് പ്രായമുള്ള അബ്രഹാമിന് പരിച്ഛേദനയേക്കാൻ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ 99 വയസ്സുള്ള അബ്രഹാമും 13 വയസ്സുള്ള ഇസ്മായിലും ഒന്നിച്ച് ഒരു ദിവസമാണ് പരിച്ഛേദനയേറ്റത്. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസഹാക്ക് ജനിക്കുന്നു. 90 വയസ്സുള്ള സാറയിൽ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് മുലകുടി മാറിയപ്പോൾ ഏകദേശം 3 വയസ്സ് പ്രായമായി. അവന് 3 വയസ്സുള്ളപ്പോൾ നമ്മുടെ ഇസ്മായിലിന് 17 വയസ്സ് പ്രായമായി. പൈതലിൻ്റെ കരച്ചിൽ കാണാൻ വയ്യ, മരണം കാണാൻ വയ്യ, അതുകൊണ്ടൊരു അമ്പിൻപാട് ദൂരി ഇട്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കൊച്ചു മുല കുടിക്കുന്ന കുഞ്ഞാൻ ധരിക്കല്ലേ. ഇപ്പോൾ 17 വയസ്സ് പ്രായം ഇസ്മായിലിനുണ്ട്. ഈ 17 വയസ്സ് വരെ ത്യാഗം സഹിച്ച്, നിന്ന സഹിച്ച്, അപമാനമേറ്റ്, പരിഹാസി എന്നുള്ള പേര് കേട്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു. കഴിയാൻ കാരണം ഉദരത്തിൽ ഉരുവായ ശിശുവിനെ കണ്ട് ദൈവം പറഞ്ഞു, ഇസ്മായിലിന് പേരിട്ടത് അബ്രഹാമല്ല കേട്ടോ, ദൈവമാ. ഇസഹാക്കിന് പേരിട്ടത് അബ്രഹാമല്ല, ദൈവമാ. യേശുവിന് പേരിട്ടത് സ്വർഗത്തിലെ ദൈവമാ. നിന്റെ തലമുറയുടെ പേര് ദൈവം ഇടട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഈ ഇസ്മായേലുമായി പുറപ്പെടാൻ ദൈവം സമയമായപ്പോൾ ആട്ടിയിറക്കുന്ന പോലെ ഒരു തുരുത്തി വെള്ളവും ഏതാനും ചില അപ്പക്കഷണങ്ങളുമായിട്ട് അവിടെ ഇറക്കി വിട്ടു. ഈ ലോകത്തെ നീ എത്ര സേവിച്ചാലും, നീ എത്ര ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചാലും, ഈ ലോകം നിന്നെ ഇറക്കി വിടുമ്പോൾ കണക്ക് പറയുന്നത് തരത്തുള്ളൂ കേട്ടോ. കണക്ക് പറയാതെ തരാൻ ഒരാളെ കൊണ്ടേ കഴിയത്തുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവാ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഇറങ്ങിപ്പോയി. ഇതേ സൂർ മരുഭൂമിയിൽ ചെന്നപ്പോൾ അന്ന് വിളിച്ച ദൈവം പേര് മറന്നില്ല കേട്ടോ. 17 വർഷം മുമ്പേ ഖാഖാറേ എന്ന് വിളിച്ച ദൈവം 17 വർഷം കഴിഞ്ഞപ്പോഴും അതേ പേര് പിടിച്ച് ഖാഖാർ എന്ന്. പ്രിയമുള്ളവരെ, 17 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ പേര് പലരും മറന്നുപോയേക്കാം. നമ്മളോട് ചോദിക്കും, ബ്രദറെ ഞാൻ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, പക്ഷേ ഞാൻ ആ പേരങ്ങ് വിട്ടുപോയി, ഒന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ട് പേര് പറയിപ്പിച്ചേക്കാം. പക്ഷേ ദൈവം തമ്പുരാൻ പേര് മറന്നില്ല കേട്ടോ. 17 വർഷം കഴിഞ്ഞിട്ടും ഖാഖാറിനെ ഖാഖാറേ എന്ന് വിളിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ കണ്ണു തുറന്നേ, നിന്റെ പൈതലിൻ്റെ മരണം കാണാനല്ലേ നിൽക്കുന്നേ, നീ കണ്ണു തുറക്ക്. ദേ ഉറവ തുറന്നു. 17 വർഷം മുമ്പേ വന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ ഉറവ ദൈവം തുറന്നെങ്കിൽ നീ പോയി അടങ്ങിയിരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? നിനക്ക് വേണ്ടി ഉറവ തുറക്കാൻ ദൈവം നിശ്ചയിച്ചൊരു ടൈമുണ്ട്. ആ ടൈമിന് മുമ്പേ നീ വെപ്രാളം പിടിക്കല്ലേ. നീ ആ വാക്തത്തിനായിട്ട് കാത്തിരിക്കണം. അത് വരും, നിശ്ചയം, താമസിക്കത്തില്ല. നീ അതിനായി തന്നെ കാത്തിരിക്കുക, അത് വരും. ഏത് മരുഭൂമിയിൽ അവൾ നിന്നാപാത്രമായി അന്ന് മടങ്ങിപ്പോയോ, അതേ മരുഭൂമിയിൽ പൈതലിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് മുറുക്കി കണ്ണടച്ചിരിക്കുമ്പോൾ അവിടെ ദൈവം ഉറവ തുറന്നെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ഉറവ തുറക്കാൻ ദൈവം നിശ്ചയിച്ചൊരു ടൈമുണ്ട്. ആ ടൈം വരെ അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകീഴേ നീ താണിരിക്കുവാൻ തയ്യാറായിത്തീരണം. എനിക്ക് ഖാഖാറിനോട് ഇത്രയും ബഹുമാനമുണ്ട്. ഒന്ന്, അബ്രഹാമിന് ഈ കൊച്ചിനെ വേണ്ട. വലിയ ധനാഢ്യനായ മനുഷ്യൻ, ലോകത്തിൻ്റെ പ്രഭു, പ്രാത്ത് നദി മുതൽ മഹാനദി വരെയുള്ള സ്ഥലമെല്ലാം മനുഷ്യൻ്റെയാണ്. 312 അഭ്യാസിയുടെ താമസമുണ്ട്, ദാസിദാസന്മാരുണ്ട്. അവരെല്ലാം കഴിക്കുന്ന ഒരു കാൻറ്റീനെ ആഹാരമാണ്. ഒരു തടിച്ച കാളയെ ഒറ്റ നിമിഷം കൊണ്ട് അറുത്ത് പാചകം ചെയ്ത് കൊണ്ടു കൊടുക്കാൻ കരുതുന്ന കാൻറ്റീനിൽ നല്ല ഷെഫ് അവിടെയുണ്ട്. ഇവരെല്ലാം ഉള്ളിടത്ത് ആ കാൻറ്റീൻ്റെ പുറകിൽ ഒരു 10 സെൻറ്റ് സ്ഥലം കൊടുത്ത് കുടികടപ്പവകാശം കൊടുത്ത് ഈ ഖാഖാറിനെ കൊച്ചിനെ താമസിപ്പിച്ചാൽ പോരെ. സാറാ അറിയത്തില്ലല്ലോ, സാറാ കൂടാതെ തന്നെ കഴിയുമല്ലേ. ഈ കാൻറ്റീനിൽ കഴിച്ചതിൻ്റെ ബാക്കി കൊടുത്താൽ പോരെ. കൊടുത്തില്ല, ഇറക്കി വിട്ടു കേട്ടോ. ഇറക്കി വിട്ടപ്പോൾ അയക്ക് വേണ്ട, പിന്നെ ചെറുക്കനെ ആർക്ക് വേണമെന്നും പറഞ്ഞ് വന്ന വഴിക്ക് പ്രാർത്ഥന തള്ളിയെടുത്തില്ലായിരുന്ന കൊച്ചിനെ. എന്നിട്ട് അവക്ക് കൂടെ ചാടി ചാകത്തില്ലായിരുന്നു. അവിടെ ചത്തില്ല കേട്ടോ. വാക്തത്വമുള്ളവളാ. കുഞ്ഞു ഉദരത്തിന് ഉരുവായപ്പോൾ ദൈവം പറഞ്ഞ വാക്തത്വമുള്ളവള് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ജീവിതത്തെ പരാജയപ്പെടുത്തി മരിക്കാൻ തയ്യാറായില്ല, ആത്മഹത്യ ചെയ്തില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. നീ ആരെ വിശ്വസിച്ചാലും ആ വിശ്വസിച്ചത് കർത്താവാണെങ്കിൽ, പൗലോസ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചതുപോലെ നീ വിശ്വസിക്കണം കർത്താവിനെ. എനിക്ക് അവളോട് മറ്റൊരു ബഹുമാനം. വിവാഹപ്രായമായപ്പോൾ ഖാഖാർ ചെന്ന് ഒരു സ്ത്രീയെ അന്വേഷിച്ച് കണ്ടെത്തി
അവന് വിവാഹം നടത്തി. അയാളുടെ കൊച്ചിനെ അയക്ക് വേണമെങ്കിൽ പിന്നെ അവൻ എവിടെയും പോയി കെട്ടട്ടെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ അപ്പൻ്റെ അമ്മേൻ്റെ സൈസല്ലായിരുന്നു കാഹാർ ദൈവത്തോട് പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടുവന്ന മകന് വേണ്ടി കാഹാർ ഒരു മണവാട്ടിയെ ഒരുക്കിയെങ്കിൽ ഓരോ മാതാപിതാക്കളും കേൾക്കണം ഇത് കേട്ടോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരുതണം, നീ അന്വേഷിക്കണം, നീ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നീ ഒരു അനുഗ്രഹമായി മാറും. അബ്രഹാമിന് മകനായ ഇസഹാക്കിൽ കൂടെ യാക്കോബ് പിറന്ന് യാക്കോബിൽ കൂടെ 12 ഗോത്രങ്ങളുണ്ടായെങ്കിൽ ഇസ്മായേലിൽ കൂടെ 12 പ്രഭുക്കന്മാരുണ്ടായി കേട്ടോ. ആരെയും ദൈവം കൈവിട്ടില്ല. അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുത്തതുപോലെ ദേശം അവരും ദൈവം വിഭാഗിച്ചു കൊടുത്തെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, കട്ടതയുടെ നടുവിൽ ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെടാൻ ഒരിക്കലും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അല്പസമയം നീ കഷ്ടത സഹിച്ചാലും, അല്പസമയം വേദന സഹിച്ചാലും നീ ഭാരപ്പെടാതെ വിളിച്ച ദൈവം വിശ്വസെന്നോർത്ത് അവൾ ആവർത്തിച്ച് പറഞ്ഞ പദം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. എന്നെ കാണുന്നവനേ. ഈ ദൂത് കേൾക്കുമ്പോൾ എത്ര പേര് എന്നോട് ചേർന്ന് പറയും, എന്നെ കാണുന്നവൻ, എൻ്റെ വിഷയങ്ങളെ കാണുന്നവൻ, എൻ്റെ തലമുറയുടെ വിഷയങ്ങളെ കാണുന്നവൻ, ഞാനിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കാണുന്നവൻ എന്നോട് കൂടെയുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ലെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ നിശ്ചയമായിട്ട് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നിനക്ക് അവസരം കിട്ടിയാൽ നീ ആ മുഖത്തേക്കൊന്ന് നോക്കണം കേട്ടോ. പണ്ട് 10 നില ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു ആശാരി ആയുധം വെച്ച് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു ആയുധം 10 നിലയും താഴെ പോയി. ഇന്നത്തെ കൂടി ക്രെയിനോ ഇന്നത്തെ കൂട്ടി ലിഫ്റ്റോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം 10 നിലയും ഇറങ്ങി വന്ന് ഇതെടുത്തുകൊണ്ട് പോകുന്ന വലിയ പാടാണ്. അപ്പോൾ ആ മനുഷ്യന് താഴെ ധാരാളം പണിക്കാരുണ്ട്. ആരെങ്കിലും നോക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ പോകൽ 5 രൂപ ഉണ്ടായിരുന്നു. ആ 5 രൂപ താഴോട്ടിട്ടു. താഴെ വീണ പൈസ അതിലെ പോയൊരുത്തൻ കണ്ടു, എടുത്തു. അവന് ദൈവം പൊഴിച്ചു കൊടുത്താന്ന് വിചാരിച്ചാൽ അവൻ എടുത്തുകൊണ്ട് പോയി. കുറച്ചു നേരമായിട്ടും ആരും ഇളെ നോക്കുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി 10 രൂപ പോക്കറ്റിലുണ്ട്. ആ 10 രൂപയും താഴെ ഇട്ടു. അതും മറ്റൊരുത്തിനെടുത്തുകൊണ്ട് പോയി. 5ഉം പോയി, 10ഉം പോയി, ലഞ്ചും പോയി, ഉച്ചക്കത്തെ ആഹാരവും പോയി, ബ്രേക്ക്ഫാസ്റ്റും പോയി, ഒന്നുമില്ല. തനിക്ക് വലിയ ദുഃഖമായി. മൂന്നാമത് ഇട്ട് കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് ചെറിയ കൊട്ടുപൊടി താഴോട്ട് ഇട്ടു. അത് കറക്റ്റ് വന്നു ഇവനെ ഒരു തന്നെ തലയിലോട്ട. അവൻ മേളിലോട്ട് നോക്കിയപ്പോൾ ഇവൻ മുകളിൽ നിന്ന് കൈകൂപ്പി ക്ഷമയോ എന്ന് പറഞ്ഞു, എടാ മോനെ, ഞാൻ ആദ്യം 5 രൂപ ഇട്ടായിരുന്നു, പിന്നെ 10 രൂപ ഇട്ടായിരുന്നു, അതൊക്കെ ആമ്പിള്ളേർ എടുത്തുകൊണ്ട് പോയി. ഇതിട്ടപ്പോൾ നിൻ്റെ തലയിൽ വീണല്ലോ, ഉപദ്രവിക്കാൻ ചെയ്തതല്ല. അതുകൊണ്ട് ആ പണിയായത് ഈ കയറെ കെട്ടി ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. അവളെ എടുത്തു കൊടുത്തു. ചിറക് നൊന്താലേ മേളിലോട്ട് നോക്കത്തുള്ളൂ കേട്ടോ. നന്മ കിട്ടുമ്പോൾ മേളിലോട്ട് നോക്കത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ നോവ് വരുന്നതിന് മുമ്പേ, വേദന വരുന്നതിന് മുമ്പേ, നിനക്ക് നന്മ കിട്ടുമ്പോൾ നീ മുകളിലോട്ട് നോക്കിയാൽ നിന്നെ കാണുന്നൊരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഏത് മരുഭൂമിയിലും നിനക്ക് വേണ്ടി ഉറവ തുറന്നു തരും. കാഹാറിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ നീയും നിൻ്റെ തലമുറയും മരുഭൂമി നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റൊരു ദൂതുകൾ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടേ ഒരു 400 വർഷം കഴിഞ്ഞ് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി അതിലൂടെ വന്നായിരുന്നു. സൂർ മരുഭൂമി കൂടെ വന്നിട്ട് 3 ദിവസം വെള്ളം കിട്ടാതെ മൂക്കൊണ്ട് ഇഷാറ വരച്ച് ആ സൂർ മരുഭൂമി കറങ്ങി. പക്ഷേ ഈ ഉറവ കണ്ടില്ല. കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവം തുറന്ന ഉറവ മറ്റൊരുത്തനെയും ദൈവം കാണിക്കത്തില്ല. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണ് സൂർ മരുഭൂമി ദൈവം ഉറവ തുറന്നതെങ്കിൽ വാഗ്ദത്തമുള്ളവൻ പുറകെ വന്നാൽ പോലും ആ ഉറവ കാണിക്കത്തില്ല. അത് നിനക്ക് വേണ്ടി തുറന്നതാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നതാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി മാത്രം ഉറവ തുറക്കുന്ന ഈ വലിയ ദൈവത്തിൽ ഒന്നാഴമായി വിശ്വസിച്ചിട്ട് ഏത് മരുഭൂമിയിലും പേര് പറഞ്ഞിറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന അബ്രഹാം കൈവിട്ടോട്ടെന്നേ. സാറ ആട്ടി ഇറക്കട്ടെ, കഠിനമായതിനോട് ഇടപെടട്ടെ, വഴിയെല്ലാം അടയട്ടെ, ജീവിതം ഒരു പരാജയമെന്ന് തോന്നട്ടെ, എല്ലാം കത്തതയിൽ നിന്ന് കത്തതയാകട്ടെ. വിഷമിക്കരുത്. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ഏത് ഭാരങ്ങളും ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവം, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് പറഞ്ഞ ദൈവം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയാകട്ടെ, മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയാകട്ടെ, നിന്നെ ഇറങ്ങി വന്ന് സഹായിപ്പാൻ
ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു മതിയായവൻ. ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിന്ദയാണോ, ഒറ്റപ്പെടുത്തലാണോ, അപമാനമാണോ, സാമ്പത്തിക ഞെരുക്കമാണോ, വഴിയടഞ്ഞതാണ്, തലമുറയുടെ ഭാവി സംബന്ധമായ വിഷയമാണോ, വിഷമിക്കാതെ കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കുക. എന്ന് വിളിച്ച്, എൽ റോയ്, എന്നെ കാണുന്നവനെ, എന്നെ കാണുന്നവനെ എന്നൊന്ന് വിളിച്ചേ. അവൻ നിന്നെ കാണുന്നുണ്ട്, നിന്റെ വിഷയത്തെ അവൻ കാണുന്നുണ്ട്. 38 വർഷമായി കിടക്കുന്നവനെ കണ്ടിട്ട് പറഞ്ഞു, യേശു അടുത്ത് ചെന്നു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്ന അറിഞ്ഞു അവനെ സൗഖ്യമാക്കിയെങ്കിൽ നിന്റെ പ്രശ്നത്തിൻ്റെ പടക്കം എൻ്റെ കർത്താവിനറിയാം. എത്ര വർഷത്തെ കണ്ണുനീരുണ്ടെന്ന് കർത്താവിനറിയാം. ഒന്നും നഷ്ടമാകത്തില്ല. അവൻ വിടുവിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരമേറിയ ഭാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സയോൻ മീഡിയയെ നിങ്ങൾ അറിയിക്കുക. താഴെ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇടുന്നുണ്ട്. നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചാൽ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ലൈവ് ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കായി അവരുടെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും കാണുന്ന ദൈവത്തിൻ്റെ കരം അവരെ തൊട്ട് പിടിപ്പിക്കണമേ. മരുഭൂമിയിൽ കാകാൻ ഉറമ തുറന്നതുപോലെ അവരുടെ ജീവിതത്തിന്മേൽ അത്ഭുതകരമായ ചില ഉറമകൾ തുറന്നു വരട്ടെ. തലമുറകൾക്കായി വിടുതൽ വെളിപ്പെട്ടു വരട്ടെ. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ദിവസത്തെ വചന സ്പർശത്തിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.